ഇന്ന് വന്നേക്കണ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഡൽഹിയിൽ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഏരിയയിലാണ് വന്നേക്കണം. ലോധി ഗാർഡൻ എന്ന് പറയും. ഏകദേശം ഒരു 90 ഏക്കറോളം വിസ്തൃതമായിട്ടുള്ള ഒരു പ്രദേശമാണ്. ഡൽഹി സുൽത്താനേറ്റിലെ പല റൂളേഴ്സിൻ്റെയും ടോംബ് ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരുപാട് നിർമ്മിതികളും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് അറിയാൻ വേണ്ടി വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ലോധി ഗാർഡനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനിലൊന്നാണ് സിക്കന്ദർ ലോധി. റൂളറായിരുന്നു, ലോധി ഡിനാസ്റ്റിയിലെ റൂളറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ടോംബാണിത്, മക്ബറയാണിത്. ഇതിൻ്റെ അകത്ത് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അകത്തേക്ക് കയറാൻ നേരത്ത് ഇതേപോലെ പലരെ ഖബറുകൾ കാണാൻ പറ്റും. അതൊക്കെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും ആരുടെയെങ്കിലുമൊക്കെ ആയിരിക്കും. സ്ട്രക്ചർ മേൽഭാഗം കണ്ടോ? ഇതൊരു ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇൻഡോ പേർഷ്യൻ സ്റ്റൈലിലൊക്കെ തന്നെ ആർക്കിടെക്ചറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഡൽഹിയിലെ മിക്ക പഴയ മോണ്യുമെൻറ്റ്സും ബിൽഡ് ചെയ്തേക്കുന്നത് ഒന്നല്ലെങ്കിൽ ഡൽഹി സുൽത്താനേറ്റ് അല്ലെങ്കിൽ മുഗൾസ്, ഇവർ രണ്ടുപേരും ആണല്ലോ. അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള ഒരു രീതിയിലാണ് ഇതെല്ലാം ബിൽഡ് ചെയ്തേക്കണം. പലരും ഭരിച്ചിട്ടുണ്ട് ഡൽഹി, പല ഡിനാസ്റ്റികൾ ഭരിച്ചിട്ടുണ്ട്. ലോധി ഡിനാസ്റ്റി, അതുപോലെ തന്നെ മുഗൾ ഡിനാസ്റ്റി, ഒരുപാട് ഡിനാസ്റ്റികൾ ഭരിച്ചിട്ടുണ്ട് ഡൽഹി. പല കാലങ്ങളിലായിട്ട് പലരാൽ യുദ്ധം ചെയ്തും കീഴടക്കിയിട്ടുള്ള സ്ഥലമാണ് ഈ ഡൽഹി. ഇവിടെ അധികം ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫീസൊന്നുമില്ല, ആർക്കും വരാം. എല്ലാവരും ഈ വാക്കിങ്ങിനും ജോഗിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് യൂസ് ചെയ്യണത്. 90 ഏക്കറോളമുള്ള വിസ്തൃതമായിട്ടുള്ള ഒരു ഗാർഡനാണ്. ഡൽഹിയിലെ മൊത്തം തിരക്കൊക്കെ അത്ര ഇഷ്ടപ്പെടാത്തവർക്ക് വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. പലരും ജോഗിങ്ങിനൊക്കെയാണ് ഇവിടെ വന്നത്. ഇപ്പോൾ സ്ട്രക്ചറുകൾ കണ്ടില്ലേ? ഇതാണ് മറ്റൊരു അട്രാക്ഷൻ. ഇതിൻ്റെ പേര് ബറാഗംബാദ് എന്ന് പറയും. ബിഗ് ഡോംബ് എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയണത്. ഇവിടെ വലിയൊരു ഡോംബ് നിങ്ങൾക്ക് ആ അറ്റത്ത് കാണാൻ സാധിക്കും. ഇത് പള്ളിയും ഇതും കൂടി ചേർന്നിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതും സിക്കന്ദർ ലോധി ഡൽഹി സുൽത്താനേറ്റിലെ റൂളർ പണി കഴിപ്പിച്ചതാണ് ഈ ഒരു ഏരിയ. ഇതാണ്, നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കാം. ഇവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത സെക്ഷനിലോട്ട് പോവാം. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ട് പോവാം. ഇതാണ് മോസ്കിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. ഏരിയയിൽ കാണാം. അകത്തേക്ക് കയറിയിട്ടൊന്ന് നോക്കാം അവിടെ എന്തൊക്കെയാണ് കാഴ്ചകളുള്ളത്. മോസ്കിൻ്റെ അകത്തേക്കൊന്ന് കയറാം. ഈ നിർമ്മിതികൾ, മനോഹരമായിട്ടുള്ള നിർമ്മിതികൾ ഡൽഹി സുൽത്താനേറ്റിൻ്റെ മുഗൾ ഡിനാസ്റ്റിയുടെ ഒക്കെ കാലഘട്ടത്തിൽ ഒരുപാട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലോകാത്ഭുതമായിട്ടുള്ള താജ്മഹൽ. പള്ളിയുടെ അകമാണിത്, അതല്ലേ? ഇത് മറ്റൊരു അട്രാക്ഷനാണ് ലോധി ഗാർഡനിലെ. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ അകം എങ്ങനെയുണ്ട് നോക്കാം. ഡീറ്റെയിൽസ്. ഇതിൻ്റെ അകത്തും ഖബറുകൾ കാണാൻ സാധിക്കും. 15-ാം നൂറ്റാണ്ടിലെ നിർമ്മിതികളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 15-ാം നൂറ്റാണ്ടിൽ ഡൽഹി സുൽത്താനേറ്റ് റൂളേഴ്സാണ് ഇത് ബിൽഡ് ചെയ്തത്. എല്ലാം കണ്ടില്ലേ?
എന്തുമാത്രം പഴക്കം ഇതിലുണ്ടെന്ന് അറിയില്ല. ഇതൊക്കെ സ്ട്രക്ചർ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊന്നും സിമെൻ്റ് അല്ല, അതൊന്നും ഒക്കെ മണ്ണൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്ത് വെച്ചത്. മണ്ണും കരിങ്കല്ലും. കണ്ടില്ലേ, എല്ലാം നല്ല സ്ട്രോങ് കല്ലുകളാണ് യൂസ് ചെയ്തേക്കുന്നത്. ആ മണ്ണ് ഇളകി പോയേക്കണുണ്ടോ? മറ്റൊരു മനോഹരമായിട്ടുള്ളൊരു നിർമ്മിതി വാച്ച് ടവറിൻ്റെ ഒക്കെ രൂപത്തിലുള്ള. എൻ്റെ ഫ്രണ്ട് സൈഡ് എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടില്ലേ, ഇവിടെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് ഈ ഏരിയകളെല്ലാം. ഡൽഹി ഗവൺമെൻറ് നടപ്പാളുകളും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ചെറിയൊരു യാത്രാ വിവരണമാണ് വന്നത്, ബിസിനസ് വിശേഷങ്ങളല്ലായിരുന്നു ഇന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. എൻ്റെ പ്രൊഡക്റ്റ് ആവശ്യമുള്ളവർക്ക് താഴെ എൻ്റെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. എൻ്റെ പ്രൊഡക്റ്റ് എല്ലാം ഞാൻ സെല് ചെയ്യണത് വാട്സപ്പ് ഗ്രൂപ്പ് വഴിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് പെട്ടെന്ന് തന്നെ ആക്സസ് കിട്ടും. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.